ഞാനിപ്പോൾ ഒരു സംവിധാനം വെച്ചാൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങളുടെ ആൾക്കാർ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് തന്നെ ഇവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ടാകും. ആ ആരോപണങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് എസ്കെനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 10 വീട് പണി പൂർത്തിയാക്കി. വളരെ നന്നായി. സുനിൽകുമാർ. തിരുവനന്തപുരം വെട്ടുകാട് മാർക്കറ്റിന് സമീപത്തെ അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു 10 വർഷത്തിലധികമായി രാധാമണിയുടെയും കുടുംബത്തിന്റെയും താമസം. 700 സ്ക്വയർ ഫീറ്റിൽ 3 മുറിയും അടുക്കളയും ഹാളും അടങ്ങിയ വീടാണ് ലുലു ഗ്രൂപ്പ് ഇവർക്കായി നിർമ്മിച്ചു നൽകുന്നത്. ഹസറ്റ് ഹോംസ് ആണ് വീടിന്റെ നിർമ്മാണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷം തോന്നി, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ഇവിടെ വെച്ച് തരാൻ പോകുന്നത്. 24ഉം അതുപോലെ MA യൂസുഫ് അലിയും കൂടെ ചേർന്നിട്ട് 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നൊരു സന്തോഷം തോന്നിയൊരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. യൂസുഫ് അലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ യൂസുഫ് അലിയും അതുപോലെ ഈ 24ഉം ചെയ്ത ഈ ഒരു പുണ്യപ്രവർത്തിക്ക് ഇത്രയും മനോഹരമായ കുറേ പാവങ്ങൾക്ക് ഇത്രയും മനോഹരമായി നല്ല വീടുകൾ വെച്ച് നൽകിയ ഇവർ ഈ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പം ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് പുറമേ MA യൂസുഫ് അലി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വീടുകൾക്ക് പുറമേ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 ലക്ഷം രൂപയും കൂടെ കൊടുക്കുന്നുണ്ട്. സന്തോഷമായിട്ട് ഓണവും കൂടെ ആഘോഷിക്കട്ടെ, നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാര്യം കൂടെ പറയുന്നത്. എന്തല്ലേ ഇതിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിലൂടെ മതേതരം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അത് കൂട്ടിച്ചേർക്കുന്നതാണ്. ഈ വർഗീയതയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, മതവും അതുപോലെ രാഷ്ട്രീയവും എല്ലാം കൂടെ ചേർത്തിട്ട് അവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കണം. കാരണം മനുഷ്യർക്കിടയിൽ ഈ പറഞ്ഞിട്ടുള്ള വർഗീയതയും അതുപോലെ ഇതുപോലുള്ള കുത്തിത്തീർപ്പുകളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഇത് കാണണം, കണ്ണ് തുറന്ന് കാണണം. ഇപ്പം ഈ വീട് വെച്ച് കൊടുക്കുന്ന ആളുകൾ അത് പല മതത്തിലുള്ള ആളുകളുണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ, അതുപോലെ അങ്ങനെ പല മതത്തിലുള്ള കാസ്റ്റിലുള്ള മുസ്ലിംസ്, പല കാസ്റ്റിലുള്ള ആളുകളുണ്ട്, മതത്തിലുള്ള ആളുകളുണ്ട്. അതുമാത്രമല്ല ഇത് കൊടുക്കാൻ തയ്യാറായി വരുന്ന ആളുകളും അങ്ങനെ പല മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ളൊരു മനോഹരമായിട്ടുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ചെയ്യണമെന്ന് തന്നെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. MA യൂസുഫ് അലിക്ക് അതുപോലെ 24ന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി തുടർന്ന് ചെയ്യുക. കാരണം ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും, എല്ലാ ജനങ്ങളുടെയും, എല്ലാ മനുഷ്യരെയും ഒരു ആഗ്രഹമാണ്. ഈ പറഞ്ഞുള്ള ശക്തമായിട്ടുള്ള മഴയിൽ പോലും കയറിക്കിടക്കാൻ അല്ലെങ്കിൽ ചോരുന്ന വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ ആ രംഗങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് നനയാതെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു വീടില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാനിവിടെ യൂസുഫ് അലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം MA യൂസുഫ് അലി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങൾ കേട്ടു നോക്കേ. 10 വീട് വളരെ നന്നായി പണി പൂർത്തിയാക്കി. ഇതൊരു സംവിധാനം ഞാനിപ്പോൾ ഒരു സംവിധാനം വെച്ചാൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങളുടെ ആൾക്കാർ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് തന്നെ ഇവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ടാകും. ആ ആരോപണങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് എസ്കെനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 10 വീട് പണി പൂർത്തിയാക്കി. വളരെ നന്നായി. സുനിൽകുമാറിന് നന്ദി. ഇന്ന് 25 വീട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആയതുകൊണ്ട് പാവപ്പെട്ടവരെയും അശരണരെയും നിരാലംബരെയും വീടില്ലാത്തവരെയും കണ്ടുപിടിക്കേണ്ട ചുമതലയും ബാധ്യതയും ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് 25 വീട് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിത് കൊടുക്കണം. അതെൻ്റെ സുഹൃത്ത് സുനിൽകുമാർ, നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നതിന് വിളിച്ച 24 ചാനലിനും ഫ്ലവേഴ്സിനുമുള്ള അനർഘമായ എൻ്റെ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തട്ടെ. നിങ്ങളിൽ നിന്ന് ഞാൻ നന്ദി പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന്
ഏകനായ സൃഷ്ടാവായ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാകുന്നു നമ്മളെല്ലാവരും. അതിന് വിവിധ രീതികളാണ്. ആയതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഗുണം ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കുക. നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി വീടിനോടൊപ്പം 2 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക തരും. ആയതുകൊണ്ട് 2 ലക്ഷം ഉറുപ്പിക കൊണ്ട് വീട്ടു സാമാനങ്ങളൊക്കെ മേടിച്ച് സുഖമായി ഓണം ആഘോഷിക്കുക. ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഓണാശംസകൾ. സാധനങ്ങളൊക്കെ നന്നായിട്ട് മേടിച്ച് പായസമൊക്കെ നന്നാക്കി കുടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തല്ലേ? അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ യൂസുഫലിയെ പോലെ ഒരുപാട് ബിസിനസ്സിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സുകളുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ ഒരു ശതമാനം മാത്രം മതി. ഇതുപോലെ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ എന്തെങ്കിലും ഒരു വീട് വെച്ച് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് ഏറ്റവും വലിയ ഒരു പുണ്യമായിരിക്കും, പ്രോഫിറ്റായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെച്ച് തരാം. ഈ ഒരു വീട് കിട്ടുന്ന ആളുകളുടെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, 24/4ൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 24 ആ വിഷ്വലൊക്കെ കാണിക്കുന്നുണ്ട് വീടിൻ്റെയും ആ വീട് കിട്ടുന്ന ആളുകളുടെയൊക്കെ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്ത ആളുകളുണ്ടല്ലോ. ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കിയതിനകത്ത് അതിൽ പകുതി ആളുകളുണ്ടല്ലോ എനിക്കൊരു വീട് വെച്ച് തരുമോ, ഞാൻ 14 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ഞാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് പോലും എനിക്ക് ഇന്ന് വരെ എനിക്ക് 3 മക്കളാണ്, 4 മക്കളാണ്, 4 പെൺമക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ സങ്കടത്തോടെ കമൻ്റ് ഇടുന്ന ഞാൻ വായിച്ചു നോക്കി. എനിക്കിതുവരെ ഒരു വീട് പോലും എനിക്ക് വെക്കാൻ സാധിച്ചില്ല. എന്നെ ഒന്ന് സഹായിക്കുമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്കൊരു വീട് വെച്ച് തരുമോ, എന്താ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ണുറന്ന് കാണേണ്ടതാണ്. ഈ വർഗീയതയും ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളിതൊക്കെ കാണണം കേട്ടോ. എന്നാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഈ 10 വീടിൽ ശരിക്കും 9 വീടുകളുടെ നിർമ്മാണമാണ് ശരിക്കും അസറ്റ് ഹോംസിലെ സുനിൽകുമാർ അദ്ദേഹത്തിന് നേരിട്ടുള്ള നേതൃത്വത്തിൽ ചെയ്തത്. ഇതിൽ വയനാട്ടിലെ ഒരു വീട് ചെയ്തത് ഗ്ലോബൽ വെഞ്ചേഴ്സിൻ്റെ സിജു മോഹൻ, അദ്ദേഹമാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തെ കൂടി നമ്മൾ അഭിനന്ദിക്കുന്നു. വയനാട്ടിലെ വീടും താങ്കൾ നന്നായിട്ട് ചെയ്തു. ശ്രീ യൂസഫലി അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം മാത്രമല്ല വയനാട്ടിലേക്ക് അസറ്റ് ഹോംസിനെ അയക്കേണ്ട, അവിടെ അതിലും വലിയൊരു അസറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, താങ്ക് യു മിസ്റ്റർ സിജു മോഹൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഞാൻ ഈ ഓണത്തിൻ്റെ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഈ ഓണം ആഘോഷിക്കാനും വീട്ടുപകരണങ്ങൾ വാങ്ങാനുമായിട്ടുള്ള 2 ലക്ഷം രൂപയാണ്. വയനാട്ടിൽ നിന്ന് നിങ്ങൾ തിരുവനന്തപുരം വരെ വന്നതുകൊണ്ട് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ കയറിയത് മാത്രമല്ല ഓണം ആഘോഷിക്കാനുള്ള പൈസയും കിട്ടിയല്ലോ, അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമോ. ഓക്കെ, താങ്ക് യു ക്യാൻ കണ്ടിന്യൂ. താങ്ക് യു സർ. ഈ 10 കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് 24നെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും എങ്ങനെയാണ് ഈ 10 കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിയതെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ആ കുടുംബങ്ങളുടെ കഥ. ഭവനരഹിതർക്കും അടച്ചുറപ്പില്ലാത്ത വീടുള്ളവർക്കും ഭവനങ്ങൾ ഒരുക്കുക എന്ന 24 കണക്റ്റിന്റെ യത്നത്തിന്റെ ഭാഗമായി ലുലു ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ 10 എണ്ണത്തിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്നത്. ലുലു ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ 4 വീടുകളുടെ താക്കോൽദാനം നേരത്തെ നടന്നിരുന്നു. 10 വീടുകളിൽ 9 എണ്ണം അസറ്റ് ഹോംസും 1 എണ്ണം സുൽത്താൻ ബത്തേരിയിലെ ഗ്ലോബൽ വെഞ്ചറുമാണ് നിർമ്മിച്ചു നൽകിയത്. ഒരായുസിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് 10 കുടുംബങ്ങൾ. തിരുവനന്തപുരം വെട്ടുകാട് മാർക്കറ്റിന് സമീപത്തെ അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു 10 വർഷത്തിലധികമായി രാധാമണിയുടെയും കുടുംബത്തിന്റെയും താമസം. 700 സ്ക്വയർ ഫീറ്റിൽ 3 മുറിയും അടുക്കളയും ഹാളും അടങ്ങിയ വീടാണ് ലുലു ഗ്രൂപ്പ് ഇവർക്കായി നിർമ്മിച്ചു നൽകുന്നത്. അസറ്റ് ഹോംസ് ആണ് വീടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. നന്ദി പറയണം, ഞങ്ങൾക്ക് എന്നും കിടക്കാനുള്ള ഭാഗ്യം തന്നേന്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ഓട്ടോറിക്ഷ തൊഴിലാളിയായ പരിയാരത്ത് അനീഷ് ജോസഫും ഭാര്യയും മകനും വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. 5 സെന്റ് ഭൂമിയുണ്ടെങ്കിലും
വീടെന്ന സ്വപ്നം അവർക്ക് അകലെയായിരുന്നു. ഇവരുടെ ദുരിതം തിരിച്ചറിഞ്ഞ 24 കണക്ട് ലുലു ഗ്രൂപ്പുമായി ചേർന്ന് 516 ചതുരശ്ര അടിയിൽ 2 ബെഡ്റൂമുള്ള വീടാണ് ഒരുക്കിയത്. ശ്രീകണ്ഠൻ നായർ സാർ വന്നായിരുന്നു നമ്മുടെ ചാക്ക സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് ഞാൻ എൻ്റെ ഒരു രീതിയിൽ അപേക്ഷ കൊടുത്തു. അന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് സാർമാർ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി വന്നെല്ലാം കണ്ട് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് പോയി. അവർ തന്നെ മുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. എറണാകുളം നോർത്ത് പറവൂർ പറയകാട് സ്വദേശികളായ ചേപ്പുള്ളി വീട്ടിൽ ഗോപിയും ഭാര്യയും മക്കളും അടങ്ങുന്ന 4 അംഗ കുടുംബം കഴിഞ്ഞ 12 വർഷമായി ചെറിയൊരു ഷെഡിലാണ് കഴിഞ്ഞിരുന്നത്. ആകെയുള്ള വരുമാനം ഗോപി കൂലിപ്പണിക്ക് പോകുന്നതും മൂത്ത മകൻ ഓൺലൈൻ ഡെലിവറിക്കായി പോകുന്നതുമാണ്. പലതവണ പഞ്ചായത്ത് വഴി വീടിന് അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ലഭിച്ചില്ല. 24 ന്യൂസ് ചാനലും എന്തല്ലേ, നല്ല നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടത്. അപ്പം ഇതുപോലെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ, ഇതുപോലെ യൂസുഫ് അലിയെ പോലെയുള്ള ആളുകൾക്കും ഇവർക്കൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ. കാരണം ഈ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനെ കൊണ്ട് അവർക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.